PSC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫെബ്രുവരി 7 പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ പുതിയ SCERT ചാപ്റ്ററുകളെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റുകളാണ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ്, വൈദ്യുതി കാന്തങ്ങൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? ഇലക്ട്രിക് കെയിനും ഇലക്ട്രിക് ബെല്ലും. വൈദ്യുത കാന്തങ്ങൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? ഇലക്ട്രിക് കെയിനും ഇലക്ട്രിക് ബെല്ലും. വൈദ്യുത കാന്തങ്ങളിൽ നടക്കുന്ന ഊർജ്ജ മാറ്റം എന്ത്? വൈദ്യുതോർജ്ജം കാന്തികോർജ്ജമായിട്ട് മാറ്റപ്പെടുന്നു. വൈദ്യുതകാന്തങ്ങളിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ത്? വൈദ്യുതോർജ്ജം കാന്തികോർജ്ജമായി മാറ്റപ്പെടുന്നു. പച്ചിരുമ്പ് കോറിന് മുകളിൽ കവചിത ചെമ്പുകമ്പി ചുറ്റി വൈദ്യുതി പ്രവഹിപ്പിച്ചാൽ എന്തായി മാറുന്നു? വൈദ്യുതകാന്തം. പച്ചിരുമ്പ് കോറിന് മുകളിൽ കവചിത ചെമ്പുകമ്പി ചുറ്റി വൈദ്യുതി പ്രവഹിപ്പിച്ചാൽ എന്തായി മാറുന്നു? വൈദ്യുതകാന്തം. കാന്തം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന ചിന്തയിൽ നിന്ന് വൈദ്യുതകാന്തിക പ്രേരണം എന്ന തത്വത്തിലേക്ക് എത്തിച്ചേർന്ന ശാസ്ത്രജ്ഞനാര്? മൈക്കൽ ഫാരഡെ. കാന്തം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന ചിന്തയിൽ നിന്ന് വൈദ്യുത കാന്തിക പ്രേരണം എന്ന തത്വത്തിലേക്ക് എത്തിച്ചേർന്ന ശാസ്ത്രജ്ഞനാര്? മൈക്കൽ ഫാരഡെ. കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിച്ചാൽ അതിൽ അനുഭവപ്പെടുന്നത് എന്ത്? ബലം. കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിച്ചാൽ അതിൽ അനുഭവപ്പെടുന്നത് എന്ത്? ബലം. ഒരു അടഞ്ഞ സർക്യൂട്ടിലെ ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന് വ്യതിയാനം സംഭവിക്കുമ്പോൾ സർക്യൂട്ടിൽ EMF പ്രേരിതമാകുന്ന പ്രതിഭാസമാണ് വൈദ്യുത കാന്തിക പ്രേരണം. ഒരു അടഞ്ഞ സർക്യൂട്ടിലെ ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന് വ്യതിയാനം സംഭവിക്കുമ്പോൾ സർക്യൂട്ടിൽ EMF പ്രേരിതമാകുന്ന പ്രതിഭാസമാണ് വൈദ്യുത കാന്തിക പ്രേരണം. ഒരു ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന് വ്യതിയാനമുണ്ടാകുന്നതിൻ്റെ ഫലമായി ചാലകത്തിൽ EMF പ്രേരണം ചെയ്യപ്പെടുന്ന പ്രതിഭാസമാണ് വൈദ്യുത കാന്തിക പ്രേരണം. ഒരു ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന് വ്യതിയാനം ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് ചാലകത്തിൽ EMF പ്രേരണം ചെയ്യപ്പെടുന്ന പ്രതിഭാസത്തെയാണ് വൈദ്യുത കാന്തിക പ്രേരണം അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. കാന്തിക ഫ്ലക്സിനുണ്ടാകുന്ന വ്യതിയാനത്തിൻ്റെ ദിശ വിപരീതമാകുമ്പോൾ പ്രേരിത EMFൻ്റെ ദിശ എന്താകുന്നു? വിപരീതമാകുന്നു. അതായത് കാന്തിക ഫ്ലക്സിനുണ്ടാകുന്ന വ്യതിയാനത്തിൻ്റെ ദിശ എന്ന് പറയുമ്പോൾ വിപരീതമായിരിക്കും. അപ്പോൾ അത് അവിടെ ഉണ്ടാകുന്ന പ്രേരിത EMFൻ്റെ ദിശ എന്തായിരിക്കും? വിപരീതമായിരിക്കും എന്നാണ് പറയുന്നത്. വൈദ്യുത കാന്തിക പ്രേരണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന EMF പ്രേരിത EMF എന്നാണ് അറിയപ്പെടുന്നത്. വൈദ്യുത കാന്തിക പ്രേരണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന EMF പ്രേരിത EMF എന്നാണ് അറിയപ്പെടുന്നത്. വൈദ്യുത കാന്തിക പ്രേരണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വൈദ്യുതിയെ പ്രേരിത വൈദ്യുതി എന്നറിയപ്പെടുന്നു. വൈദ്യുത കാന്തിക പ്രേരണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വൈദ്യുതിയെ പ്രേരിത വൈദ്യുതി എന്നും അറിയപ്പെടുന്നു. ഒരു ചാലകവും കാന്തിക മണ്ഡലവും ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്ന് പരീക്ഷണത്തിലൂടെ ആദ്യമായി കണ്ടെത്തിയത് മൈക്കൽ ഫാരഡെ. ഒരു ചാലകവും കാന്തിക മണ്ഡലവും ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്ന് പരീക്ഷണത്തിലൂടെ ആദ്യമായി കണ്ടെത്തിയതാണ് മൈക്കൽ ഫാരഡെ. ഒരേ ദിശയിൽ മാത്രം പ്രവഹിക്കുന്ന വൈദ്യുതി ഏത്? ഡയറക്റ്റ് കറണ്ട് അഥവാ DC എന്ന് പറയും കേട്ടോ. ഒരേ ദിശയിൽ മാത്രം പ്രവഹിക്കുന്ന വൈദ്യുതി ഏത്? ഡയറക്റ്റ് കറണ്ട് അഥവാ DC. ക്രമമായ സമയ ഇടവേളകളിൽ തുടർച്ചയായി ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതി ഏത്? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ AC ട്ടോ. ക്രമമായ സമയ ഇടവേളകളിൽ തുടർച്ചയായി ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതി ഏത്? ഓൾട്ടർനേറ്റീവ് കറണ്ട് അഥവാ AC. കാന്തികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം ഏത്? ജനറേറ്റർ. അപ്പോൾ കാന്തികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ജനറേറ്റർ. ജനറേറ്ററിൻ്റെ അടിസ്ഥാന തത്വം വൈദ്യുത കാന്തിക പ്രേരണം. ജനറേറ്ററിൻ്റെ അടിസ്ഥാന തത്വം വൈദ്യുത കാന്തിക പ്രേരണം. 2 തരത്തിലുള്ള ജനറേറ്ററുകളുണ്ട്. ഏതെല്ലാമാണ്? AC ജനറേറ്റർ, DC ജനറേറ്റർ കേട്ടോ. 2 തരത്തിലാണ് ജനറേറ്ററുകൾ. ഒന്ന് AC ജനറേറ്ററും മറ്റൊന്ന് DC ജനറേറ്ററും. ഒരു കവചിത കമ്പിച്ചുരുളിനകത്തേക്ക് കാന്തത്തെ ചലിപ്പിക്കുമ്പോഴും കാന്തത്തിനടുത്തേക്ക് കവചിത കമ്പിച്ചുരുൾ കൊണ്ടുവരുമ്പോഴും സംഭവിക്കുന്നത് എന്ത്? നാം ചെയ്യുന്ന പ്രവൃത്തി വൈദ്യുതോർജ്ജമായി മാറുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഒന്നുകൂടി ശ്രദ്ധിച്ച്. ഒരു കവചിത കമ്പിച്ചുരുളിനകത്തേക്ക് കാന്തത്തെ ചലിപ്പിക്കുമ്പോഴും കാന്തത്തിനടുത്തേക്ക് കവചിത കമ്പിച്ചുരുൾ കൊണ്ടുവരുമ്പോഴും സംഭവിക്കുന്നത് എന്ത്? നാം ചെയ്യുന്ന പ്രവൃത്തി അഥവാ യാന്ത്രികോർജ്ജം അത് വൈദ്യുതോർജ്ജമായിട്ട് മാറാണ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വീടുകളിലെ വൈദ്യുതി. പവർ സ്റ്റേഷനിൽ എത്ര വോൾട്ടിലാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്? 11 kV കേട്ടോ. പവർ സ്റ്റേഷനിൽ എത്ര വോൾട്ടിലാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്? 11 kV. ഏത് തരം ട്രാൻസ്ഫോമറാണ് പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്നത്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഏത് തരം ട്രാൻസ്ഫോമറാണ് പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്നത്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. പവർ സ്റ്റേഷനിൽ 11 kV ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി അവിടെ എത്ര വോൾട്ടേജിലേക്കാണ് ഉയർത്തപ്പെടുന്നത്? 220 kV. അതായത് പവർ സ്റ്റേഷനിൽ 11 kV നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി അവിടെ എത്ര വോൾട്ടേജ്? 220 kV വോൾട്ടേജ് മാറ്റപ്പെടുന്നുണ്ട് കേട്ടോ. ഘട്ടം ഘട്ടമായി കുറച്ച് 11 kV ആയി വിതരണ ട്രാൻസ്ഫോമറിൽ എത്തുന്ന വൈദ്യുതിയെ പിന്നീട് എത്ര വോൾട്ടായാണ് കുറയ്ക്കുന്നത്? 230 വോൾട്ട്. ഓക്കെ,
ഘട്ടം ഘട്ടമായി കുറച്ച് 11 kV ആയി വിതരണ ട്രാൻസ്ഫോമറിൽ എത്തുന്ന വൈദ്യുതിയെ പിന്നീട് എത്ര വോൾട്ടായാണ് കുറയ്ക്കുന്നത്? 230 വോൾട്ട്. വീടുകൾക്ക് ലഭിക്കുന്നത് എത്ര വോൾട്ടിലുള്ള വൈദ്യുതിയാണ്? 230 വോൾട്ട് കേട്ടോ. വീടുകൾക്ക് ലഭിക്കുന്നത് എത്ര വോൾട്ടിലുള്ള വൈദ്യുതിയാണ്? 230 വോൾട്ട്. വിതരണത്തിന് വേണ്ടി വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളേവ? പവർ സ്റ്റേഷനുകൾ. വിതരണത്തിന് വേണ്ടി വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളേവ? പവർ സ്റ്റേഷനുകൾ. ലോകത്ത് ആവശ്യമായ വൈദ്യുതിയുടെ ഏറിയ പങ്കും ഉൽപ്പാദിപ്പിക്കുന്ന 3 തരം പവർ സ്റ്റേഷനുകൾ ഏതെല്ലാം? തെർമൽ പവർ സ്റ്റേഷൻ, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ലോകത്ത് ആവശ്യമായ വൈദ്യുതിയുടെ ഏറിയ പങ്കും ഉൽപ്പാദിപ്പിക്കുന്ന 3 തരം പവർ സ്റ്റേഷനുകളാണുള്ളത്. ഒന്ന് തെർമൽ പവർ സ്റ്റേഷൻ, മറ്റൊന്ന് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, മറ്റൊന്ന് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. CNG, കൽക്കരി തുടങ്ങിയ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനുകളേവ? തെർമൽ പവർ സ്റ്റേഷനുകൾ. CNG, കൽക്കരി തുടങ്ങിയ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനുകളേവ? തെർമൽ പവർ സ്റ്റേഷനുകൾ. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ ഏകദേശം 75% ഏതാണ്? തെർമൽ പവർ സ്റ്റേഷൻ കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ ഏകദേശം 75% ഏതിലൂടെയാണ്? തെർമൽ പവർ സ്റ്റേഷനിലൂടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. തമിഴ്നാട്ടിലെ മേട്ടൂർ, കേരളത്തിലെ ബ്രഹ്മപുരം എന്നിവ ഏതിനം പവർ സ്റ്റേഷനുകൾക്ക് ഉദാഹരണങ്ങളാണ്? തെർമൽ പവർ സ്റ്റേഷൻ. തമിഴ്നാട്ടിലെ മേട്ടൂർ, കേരളത്തിലെ ബ്രഹ്മപുരം എന്നിവ ഏതിനം പവർ സ്റ്റേഷനുകൾക്ക് ഉദാഹരണങ്ങളാണ്? തെർമൽ പവർ സ്റ്റേഷൻ. ന്യൂക്ലിയർ ഊർജ്ജം ഉപയോഗിച്ച് ജലം നീരാവിയാക്കി അതിൻ്റെ ശക്തി കൊണ്ട് ടർബൈൻ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനുകളേവ? ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകൾ. ന്യൂക്ലിയർ ഊർജ്ജം ഉപയോഗിച്ച് ജലം നീരാവിയാക്കി അതിൻ്റെ ശക്തി കൊണ്ട് ടർബൈൻ കറക്കിയിട്ട് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനുകളാണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകൾ. തമിഴ്നാട്ടിലെ കൂടംകുളം, കൽപ്പാക്കം എന്നിവ ഏതിനം പവർ സ്റ്റേഷനുകൾക്ക് ഉദാഹരണങ്ങളാണ്? ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. തമിഴ്നാട്ടിലെ കൂടംകുളം, കൽപ്പാക്കം എന്നിവ ഏതിനം പവർ സ്റ്റേഷനുകൾക്ക് ഉദാഹരണങ്ങളാണ്? ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. ഉയരത്തിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലം പെൻസ്റ്റോക്ക് പൈപ്പുകളിലൂടെ താഴോട്ടൊഴുക്കി അതിൻ്റെ ശക്തി കൊണ്ട് ടർബൈൻ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനുകളേവ? ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ഉയരത്തിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലം പെൻസ്റ്റോക്ക് പൈപ്പുകളിലൂടെ താഴോട്ടൊഴുക്കി അതിൻ്റെ ശക്തി കൊണ്ട് ടർബൈൻ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനുകളേവ? ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. കേരളത്തിലെ മൂലമറ്റം, പള്ളിവാസൽ, ഉത്തരാഖണ്ഡിലെ ടിഹരി എന്നിവ ഏതിനം പവർ സ്റ്റേഷനുകളാണ്? ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. കേരളത്തിലെ മൂലമറ്റം, പള്ളിവാസൽ, ഉത്തരാഖണ്ഡിലെ ടിഹരി എന്നിവ ഏതിനം പവർ സ്റ്റേഷനുകളാണ്? ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ഏതിനം കറണ്ടാണ് പവർ സ്റ്റേഷനുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്? ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഏതിനം കറണ്ടാണ് പവർ സ്റ്റേഷനുകളിൽ ഉൽപ്പാദിപ്പിക്കുന്നത്? ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവിനെ സ്വാധീനിക്കുന്ന 3 ഘടകങ്ങൾ ഏതെല്ലാം? സമയം, പ്രതിരോധം, കറണ്ട്. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവിനെ സ്വാധീനിക്കുന്ന 3 ഘടകങ്ങൾ ഏതെല്ലാം? സമയം, പ്രതിരോധം, കറണ്ട്. പ്രതിരോധം കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് എന്നുള്ള വിവിധ ലോഹങ്ങളുടെ ശരിയായ ക്രമമേത്? വെള്ളി, ചെമ്പ്, സ്വർണം, അലുമിനിയം, ടങ്സ്റ്റൻ, ഇരുമ്പ്. അതായത് പ്രതിരോധം കുറഞ്ഞതിൽ നിന്ന് കൂടിയ ലോഹങ്ങളാണ് പറയുന്നത്. ആ ക്രമമാണ് പറയുന്നത് കേട്ടോ. വെള്ളി, ചെമ്പ്, സ്വർണം, അലുമിനിയം, ടങ്സ്റ്റൻ, ഇരുമ്പ്. വൈദ്യുതി ദീർഘദൂരം ചാലക കമ്പികളിലൂടെ പ്രേഷണം ചെയ്യപ്പെടുമ്പോൾ നേരിടുന്ന ഊർജ്ജ നഷ്ടം പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഏതൊക്കെ? ഒന്ന്, റെസിസ്റ്റിവിറ്റി കുറഞ്ഞതും അനുയോജ്യമായതുമായ ലോഹക്കമ്പികൾ ഉപയോഗിക്കുക. പവർ വ്യത്യാസമില്ലാതെ വോൾട്ടേജ് വർദ്ധിപ്പിച്ച് കറണ്ട് കുറയ്ക്കുക. അപ്പോൾ വൈദ്യുതി ദീർഘദൂരം ചാലക കമ്പികളിലൂടെ പ്രേഷണം ചെയ്യപ്പെടുമ്പോൾ നേരിടുന്ന ഊർജ്ജ നഷ്ടം പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഏതൊക്കെ? റെസിസ്റ്റിവിറ്റി കുറഞ്ഞതും അനുയോജ്യമായതുമായ ലോഹക്കമ്പികൾ ഉപയോഗിക്കുക. പവർ വ്യത്യാസമില്ലാതെ വോൾട്ടേജ് വർദ്ധിപ്പിച്ച് കറണ്ട് കുറയ്ക്കുക. പവറിൽ വ്യത്യാസം വരാതെ വോൾട്ടേജ് കൂട്ടുന്നതിന് സഹായിക്കുന്ന ഉപകരണം ഏത്? ട്രാൻസ്ഫോമർ. പവറിൽ വ്യത്യാസം വരാതെ വോൾട്ടേജ് കൂട്ടുന്നതിന് സഹായിക്കുന്ന ഉപകരണം ഏത്? ട്രാൻസ്ഫോമർ. സമീപസ്ഥങ്ങളായി സ്ഥിതി ചെയ്യുന്ന 2 കമ്പിച്ചുരുളുകളിൽ ഒന്നിലെ വൈദ്യുത പ്രവാഹ തീവ്രതയിലോ ദിശയിലോ മാറ്റമുണ്ടാകുമ്പോൾ അതിനു ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിൽ മാറ്റമുണ്ടാകുന്നു. ഇതിൻ്റെ ഫലമായി രണ്ടാമത്തെ കമ്പിച്ചുരുളിൽ ഒരു EMF പ്രേരിതമാകുന്നു. ഈ പ്രതിഭാസമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അതായത് സമീപസ്ഥങ്ങളായിട്ട് സ്ഥിതി ചെയ്യുന്ന 2 കമ്പിച്ചുരുളുകളിൽ ഒന്നിലെ വൈദ്യുത പ്രവാഹ തീവ്രതയിലോ ദിശയിലോ മാറ്റമുണ്ടാകുമ്പോൾ അതിനു ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിൽ മാറ്റമുണ്ടാകുന്നു. അതിൻ്റെ ഫലമായിട്ട് രണ്ടാമത്തെ കമ്പിച്ചുരുളിൽ ഒരു പ്രേരിത EMF ഉണ്ടാകുന്നു. ഈ പ്രതിഭാസമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ.
മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന തത്വത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന തത്വത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ. പവറിൽ വ്യത്യാസം വരാതെ എ സിയുടെ വോൾട്ടത വ്യത്യാസപ്പെടുത്തുന്ന ഉപകരണം ഏത്? ട്രാൻസ്ഫോമർ. പവറിൽ വ്യത്യാസം വരാതെ എ സിയുടെ വോൾട്ടത വ്യത്യാസപ്പെടുത്തുന്ന ഉപകരണം ഏത്? ട്രാൻസ്ഫോമർ. പവറിൽ വ്യത്യാസം വരാതെ എ സിയുടെ വോൾട്ടത വ്യത്യാസപ്പെടുത്തുന്ന ഉപകരണമാണ് ഏത്? ട്രാൻസ്ഫോമർ. രണ്ട് തരം ട്രാൻസ്ഫോമറുകൾ ഏതെല്ലാം? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. രണ്ട് തരത്തിലുള്ള ട്രാൻസ്ഫോമറുകളുണ്ട്. ഒന്ന് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും ഒന്ന് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. എ സി വോൾട്ടത കൂട്ടാനുള്ള ട്രാൻസ്ഫോമർ ഏത്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. അപ്പോൾ എ സിയുടെ വോൾട്ടത കൂട്ടാനുള്ള ട്രാൻസ്ഫോമറാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ കേട്ടോ. എ സിയുടെ വോൾട്ടത കൂട്ടാനുള്ള ട്രാൻസ്ഫോമറാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. എ സി വോൾട്ടത കുറയ്ക്കാനുള്ള ട്രാൻസ്ഫോമറാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. എ സി വോൾട്ടത കുറയ്ക്കാനുള്ള ട്രാൻസ്ഫോമറാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. പ്രൈമറിയിൽ വണ്ണം കൂടിയ കമ്പികൾ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമറുകളേവ? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. പ്രൈമറിയിൽ വണ്ണം കൂടിയ കമ്പികൾ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമറുകളേവ? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. പ്രൈമറിയിൽ വണ്ണം കുറഞ്ഞ കമ്പികൾ ഉപയോഗിച്ചിട്ടുള്ള ട്രാൻസ്ഫോമറുകളേവ? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. പ്രൈമറിയിൽ വണ്ണം കുറഞ്ഞ കമ്പികൾ ഉപയോഗിച്ചിട്ടുള്ള ട്രാൻസ്ഫോമറുകളേവ? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. പ്രൈമറിയിൽ ചുറ്റുകളുടെ എണ്ണം കുറവും സെക്കൻഡറിയിൽ ചുറ്റുകളുടെ എണ്ണം കൂടുതലുമായിരിക്കുന്ന ട്രാൻസ്ഫോമർ ഏത്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. പ്രൈമറിയിൽ ചുറ്റുകളുടെ എണ്ണം കുറവും സെക്കൻഡറിയിൽ ചുറ്റുകളുടെ എണ്ണം കൂടുതലുമായിരിക്കുന്ന ട്രാൻസ്ഫോമർ ഏത്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. പ്രൈമറിയിൽ ചുറ്റുകളുടെ എണ്ണം കൂടുതലും സെക്കൻഡറിയിൽ ചുറ്റുകളുടെ എണ്ണം കുറവുമായിരിക്കുന്ന ട്രാൻസ്ഫോമറുകളേവ? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ കേട്ടോ. പ്രൈമറിയിൽ ചുറ്റുകളുടെ എണ്ണം കൂടുതലും സെക്കൻഡറിയിൽ ചുറ്റുകളുടെ എണ്ണം കുറവുമായിരിക്കുന്ന ട്രാൻസ്ഫോമറാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ ഇരുമ്പ് കോയിലുകളിലും ഓരോ ചുറ്റിലുമുള്ള EMF എപ്രകാരമായിരിക്കും? തുല്യമായിരിക്കും. ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ ഇരു കോയിലുകളിലും ഓരോ ചുറ്റിലുമുള്ള EMF എപ്രകാരമായിരിക്കും? തുല്യമായിരിക്കും. ഒരു ട്രാൻസ്ഫോമറിലെ സെക്കൻഡറിയിലെയും പ്രൈമറിയിലെയും ചുറ്റുകളുടെ എണ്ണങ്ങൾ തമ്മിലുള്ള അനുപാതം എന്തിന് തുല്യമായിരിക്കും? സെക്കൻഡറിയിലെയും പ്രൈമറിയിലെയും വോൾട്ടേജുകൾ തമ്മിലുള്ള അനുപാതത്തിന്. ഒരു ട്രാൻസ്ഫോമറിലെ സെക്കൻഡറിയിലെയും പ്രൈമറിയിലെയും ചുറ്റുകളുടെ എണ്ണങ്ങൾ തമ്മിലുള്ള അനുപാതം എന്തിനു തുല്യമായിരിക്കും? സെക്കൻഡറിയിലെയും പ്രൈമറിയിലെയും വോൾട്ടേജുകൾ തമ്മിലുള്ള അനുപാതത്തിന്. ഊർജ്ജ നഷ്ടമില്ലാത്ത ഒരു ട്രാൻസ്ഫോമറിൽ പ്രൈമറിയിലെ പവറും സെക്കൻഡറിയിലെ പവറും എപ്രകാരമായിരിക്കും? തുല്യമായിരിക്കും. ഊർജ്ജ നഷ്ടമില്ലാത്ത ഒരു ട്രാൻസ്ഫോമറിൽ പ്രൈമറിയിലെ പവറും സെക്കൻഡറിയിലെ പവറും എപ്രകാരമായിരിക്കും? തുല്യമായിരിക്കും. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി വോൾട്ടേജ് പ്രൈമറിയിലേതിനെ അപേക്ഷിച്ച് കൂടുതലും കറൻറ്റ് കുറവുമായിരിക്കും. അതായത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി വോൾട്ടേജ് പ്രൈമറിയിലേതിനെ അപേക്ഷിച്ചിട്ട് കൂടുതലും കറൻറ്റ് കുറവുമായിരിക്കും. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി വോൾട്ടേജ് പ്രൈമറിയിലേതിനേക്കാൾ കുറവും കറൻറ്റ് കൂടുതലുമായിരിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി വോൾട്ടേജ് പ്രൈമറിയിലേതിനേക്കാൾ കുറവും കറൻറ്റ് കൂടുതലുമായിരിക്കും. പവർ വ്യത്യാസമില്ലാതെ എ സിയുടെ കറൻറ്റ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ഏത്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. പവറിൽ വ്യത്യാസമില്ലാതെ എ സിയുടെ കറൻറ്റ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. വൈദ്യുത പോളിൽ നിന്ന് വീട്ടിലേക്ക് എത്തുന്ന ഫേസ് ലൈൻ അഥവാ ലൈവ് വയർ, ന്യൂട്രൽ ലൈൻ എന്നിവയെ വൈദ്യുത സർക്യൂട്ടിൽ നിന്ന് വിച്ഛേദിക്കാനോ ഘടിപ്പിക്കാനോ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? മെയിൻ സ്വിച്ച്. വൈദ്യുത പോളിൽ നിന്ന് വീട്ടിലേക്ക് എത്തുന്ന ഫേസ് ലൈൻ അഥവാ ലൈവ് വയർ, ന്യൂട്രൽ ലൈൻ എന്നിവയെ വൈദ്യുത സർക്യൂട്ടിൽ നിന്ന് വിച്ഛേദിക്കാനോ ഘടിപ്പിക്കാനോ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? മെയിൻ സ്വിച്ച്. ഗൃഹവൈദ്യുതീകരണത്തിൽ വാട്ട് അവർ മീറ്ററിലേക്ക് എത്ര വയറുകൾ എത്തിച്ചേരുന്നു? 2. ഗൃഹവൈദ്യുതീകരണത്തിൽ വാട്ട് അവർ മീറ്ററിലേക്ക് എത്ര വയറുകൾ എത്തിച്ചേരുന്നു? 2 വയറുകൾ കേട്ടോ. ഗൃഹവൈദ്യുതീകരണത്തിൽ വാട്ട് അവർ മീറ്ററിലും മെയിൻ സ്വിച്ചിലും ഇടയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഉപകരണം ഏത്? മെയിൻ ഫ്യൂസ്. ഗൃഹവൈദ്യുതീകരണത്തിൽ വാട്ട് അവർ മീറ്ററിനും മെയിൻ സ്വിച്ചിനും ഇടയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഉപകരണം ഏത്? മെയിൻ ഫ്യൂസ്. ഗൃഹവൈദ്യുതീകരണത്തിൽ മെയിൻ ഫ്യൂസിന് ശേഷമുള്ള ഏത് ഉപകരണമാണ് ഒരു ഡബിൾ സ്വിച്ചായി പ്രവർത്തിക്കുന്നത്? മെയിൻ സ്വിച്ച്. ഗൃഹവൈദ്യുതീകരണത്തിൽ മെയിൻ ഫ്യൂസിന് ശേഷമുള്ള ഏത് ഉപകരണമാണ് ഒരു ഡബിൾ സ്വിച്ചായിട്ട് പ്രവർത്തിക്കുന്നത്? മെയിൻ സ്വിച്ച്. അപ്പോൾ ഇത്രയും പോയിൻറ്റുകളാണ് നമ്മൾ ഫിസിക്സിലെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക.